നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. സ്ഥാനചലനത്തിൽ പരസ്യമായി പ്രതിഷേധിച്ച് DGP സെൻകുമാർ. സർക്കാർ തീരുമാനം നിയമവിരുദ്ധം, നിയമ നടപടി പരിഗണനയിൽ, വാശി പിടിച്ച് തുടരാനില്ല, ലോക്നാഥ് ബെഹ്റയാകാൻ തനിക്ക് കഴിയില്ല. അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ആരോപണത്തിന് മറുപടിയില്ലെന്ന് ലോക്നാഥ് ബെഹ്റ. വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചതിൽ ഒരു സന്ദേശമുണ്ടെന്ന് ജേക്കബ് തോമസ്. ജിഷ കൊലക്കേസിൽ കൂടുതൽ തെളിവായി DNA പരിശോധനാ ഫലം. കൃത്യത്തിനിടെ പ്രതിക്കും പരുക്കേറ്റു എന്ന് കണ്ടെത്തൽ. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ പിന്തുണച്ച് ഹൈക്കോടതി. അതോറിറ്റിക്ക് മറുപടി നൽകുന്നതാണ് ഉചിതമെന്ന് IG-യോട് ഹൈക്കോടതി. അതിരപ്പള്ളി വിവാദത്തിൽ അയഞ്ഞ് സർക്കാർ. പദ്ധതി നടപ്പാക്കിയേ തീരൂ എന്ന് വാശിയില്ല. ദേവസ്വം നിയമനങ്ങളിലെ നിലപാടിൽ മാറ്റമില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി തീരുമാനിക്കും. ഡോക്ടർ തസ്തികയിൽ PSC പട്ടികയിലെ മുഴുവൻ പേർക്കും നിയമനമെന്ന് KK ശൈലജ. ഡീസൽ കാറുകൾക്ക് രാജ്യവ്യാപക നിരോധനമില്ലെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. നിയന്ത്രണങ്ങളെ എതിർത്ത് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ജൂൺ 12 മുതൽ ചരക്ക് ലോറി സമരം. യമുനാ തീരത്തെ പരിപാടി പരിസ്ഥിതി നാശമുണ്ടാക്കിയതിന് പിഴ കുടിശ്ശിക ഉടൻ അടയ്ക്കണമെന്ന് ട്രിബ്യൂണൽ ഉത്തരവ്. റോബർട്ട് വദ്രയ്ക്ക് ആയുധ വ്യാപാരിയുമായി ബന്ധമെന്ന ആരോപണം തള്ളി കോൺഗ്രസ്. പ്രധാനമന്ത്രി ഒരു ചക്രവർത്തിയാകാൻ നോക്കരുതെന്ന് സോണിയാഗാന്ധി. ലണ്ടനിലെ വദ്രയുടെ ബിനാമി സ്വത്ത് അന്വേഷിക്കണമെന്ന് BJP. ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പരസ്യമായി പ്രതിഷേധം അറിയിച്ച് TP സെൻകുമാർ. വാശി പിടിച്ച് DGP ആയി തുടരാനില്ലെന്ന് സെൻകുമാർ പറഞ്ഞു. സർക്കാർ നീക്കത്തിൽ നിയമവിരുദ്ധമായി പലതുമുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും സെൻകുമാർ പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിലുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് TP സെൻകുമാർ സ്ഥാനമൊഴിയുന്നത്. ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹിക്കുന്ന സർക്കാരിന് തന്നെ ആവശ്യമില്ല. എന്നാൽ ഇക്കാര്യം മാന്യമായി അറിയിക്കാമായിരുന്നുവെന്നും സെൻകുമാർ തുറന്നടിച്ചു. വാശി പിടിച്ച് ഒരു DGP ആയിട്ട് ഇരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഒരു ഗവൺമെൻറ്റിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആ പോസ്റ്റിലിരുന്ന് ഗവൺമെൻറ്റിനും ബുദ്ധിമുട്ട്, ഇരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് കാര്യമില്ല. പക്ഷേ അതൊരു ഡീസൻറ്റ് വിധത്തിൽ പറഞ്ഞാൽ മതി. സർവീസിൽ ആരുടെ മുന്നിലും നട്ടല് വിളയ്ക്കാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞ സെൻകുമാർ കഴിവിന്റെ പരമാവധി പോലീസ് സേനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ ആത്മസംതൃപ്തിയുണ്ടെന്നും വ്യക്തമാക്കി. നമ്മൾ 16 to 18 hours per day വർക്ക് ചെയ്താണ് മിക്കവാറും ഈ കാര്യങ്ങൾ തീർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിയുന്നത്ര നന്നായിട്ട്, അതുപോലെ പബ്ലിക്കിൽ ഓൾസോ ഐ നോ വാട്ട് വാസ് ദാറ്റ് തിങ്. വാശി പിടിച്ച് DGP ആയി തുടരാനില്ലെന്ന് പറഞ്ഞെങ്കിലും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥാനമാറ്റത്തിനെതിരെ കോടതിയിൽ പോകുമെന്ന സൂചനയും സെൻകുമാർ നൽകി. In any case, I cannot become Behra. That is my problem. Senkumar can be Senkumar, Behra can be Behra. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഇതിൽ പറ്റിയുകൊണ്ട് എനിക്ക് ഐ മേ സ്റ്റിൽ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ. നേരത്തെ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും സെൻകുമാർ പരോക്ഷമായി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടറായി തന്നെ നിയമിച്ചതിൽ സന്ദേശമുണ്ടെന്ന് DGP ജേക്കബ് തോമസ്. UDF സർക്കാരിൻ്റെ കാലത്തെ അഴിമതികൾ വിശുദ്ധിയോടുകൂടി അന്വേഷിക്കുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. ബാർക്കോഴ, പാറ്റൂർ ഭൂമിയിടപാട്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നിവ വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്കിരിക്കെ ജേക്കബ് തോമസ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ കേസുകളിൽ നിർണായകമാണ്. വിജിലൻസ് ADGP ആയിരിക്കെ ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ കുറ്റപത്രം നൽകാൻ തെളിവുണ്ടെന്ന് നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥൻ. പാറ്റൂർ ഭൂമി ഇടപാടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മറ്റു മന്ത്രിമാർക്കും പങ്കുണ്ടെന്ന് കാട്ടി ലോകായുക്തയിൽ റിപ്പോർട്ട് സമർപ്പിച്ചയാൾ. UDF സർക്കാരിന് അതൃപ്തനാകാൻ ജേക്കബ് തോമസിന് ഇതിൽ കൂടുതൽ നടപടികൾ വേണ്ടിവന്നില്ല. തുടർന്ന് ഫയർഫോഴ്സിലേക്ക്. അവിടെ സ്വീകരിച്ച കർശന നിലപാടുകളെ തുടർന്ന് അപ്രധാനമായ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്ക് സ്ഥലം മാറ്റം. LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വിജിലൻസ് തലപ്പത്തേക്ക് തന്നെയാണ് പിണറായി വിജയൻ ജേക്കബ് തോമസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അഴിമതിക്കെതിരെ മുദ്രാവാക്യമുയർത്തി അധികാരത്തിലെത്തിയ LDF സർക്കാർ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചതിലെ സന്ദേശം കൃത്യമാണ്. ആ സന്ദേശം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നായിരുന്നു ജേക്കബ് തോമസിന്റെ ആദ്യ പ്രതികരണം. സർക്കാർ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ചെയ്യും. അതേത് ഉത്തരവാദിത്തമാണേലും എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഒരു ഭംഗിയുണ്ടല്ലോ. എല്ലാത്തിലും മെസ്സേജുകളില്ലേ നല്ലതും. UDF സർക്കാരിന്റെ കാലത്ത് ഉയർന്ന അഴിമതികളെ കുറിച്ച് ചോദിച്ചപ്പോൾ ജേക്കബ് തോമസിന്റെ മറുപടി ഇങ്ങനെ: അന്വേഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശുദ്ധിയുടെ മാർഗത്തിൽ കൂടെ തന്നെയായിരിക്കും നടക്കുക. ബാർക്കോഴ, പാറ്റൂർ ഭൂമി ഇടപാട്, വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നിവ വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കെ വിജിലൻസ് ഡയറക്ടറായി നിയമിതനാകുന്ന ജേക്കബ് തോമസ് ഇക്കാര്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ആകാംക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് CR നീലകണ്ഠൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, TP സെൻകുമാറിനെ നീക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ ആരെയും പ്രീതിപ്പെടുത്താൻ പോയിട്ടില്ല,
ഞാൻ ആരോടും വിവേചനം കാണിച്ചിട്ടില്ല, ആർക്ക് മുൻപിലും നട്ടല് പണയം വെച്ചിട്ടില്ല എന്നാണ്. ഇതാണോ കാരണം? അല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരാൻ തീരുമാനിച്ചിട്ടുള്ളവരെ പറ്റിയുള്ള പരാമർശവും അതുപോലെ തന്നെ ഞാൻ മുട്ട് മടക്കുന്നില്ല അല്ലെങ്കിൽ നട്ടിൽ മടക്കില്ല എന്ന പ്രഖ്യാപനമൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് പറയുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇനി എന്ത് കാര്യമാണ് ചെയ്യാൻ ബാക്കിയുള്ളത്? ജിഷ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ ചെയ്തു വെച്ചത്? എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ? അതേപോലെ തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്? ഇതുപോലെ തകർന്ന ക്രമസമാധാന നില ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ വിവിധ തലങ്ങളിൽ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീവിരുദ്ധമായ, അതേപോലെ തന്നെ അവിടെ ശക്തമത്തായി ഉയർന്നു വന്ന ഒരു ആവശ്യമായിരുന്നു അവിടെ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന ഒരു വനിത, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതയെ ചുമതലപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചുമതലപ്പെടുത്തിയത് ആരെയാ? അന്വേഷണത്തിൻ്റെ തലങ്ങളിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാലോ. തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടല്ലേ അദ്ദേഹം മാറിയത്, സെൻകുമാർ. അപ്പോൾ സെൻകുമാറിനെ പോലെയുള്ള ഒരാളെ വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംശുദ്ധമായ അഴിമതി വിരുദ്ധമായ, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്ന, കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, അതുപോലെ സ്ത്രീ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അവർക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമങ്ങളെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ സാധിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ പര്യാപ്തമാവുന്ന ഒരു സംവിധാനം വേണം ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. അത് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതെ, എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത് എന്ന് CPIM വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒന്ന്, ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള സർക്കാരാണ്. ഈ ട്രാൻസ്ഫറും പോസ്റ്റിംഗും ഒക്കെ ആ സർക്കാരിന്റെ അധികാരമാണ്. അതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കാണേണ്ടതുണ്ടോ എന്ന ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ഉത്തരം പറഞ്ഞു. ക്രമസമാധാന തകർച്ച ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിച്ചിരുന്നു. അവർ അധികാരത്തിൽ വരുമ്പോൾ ആ പ്രചാരണം കൂടി അതിൻ്റെ കൂടി അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മുഖ്യ ഉത്തരവാദി എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ മാറ്റിയത്. ഇതിൽ കോൺഗ്രസിൻ്റെ വിമർശനം എന്താണ്? അല്ല, നമ്മൾ ഈ ചർച്ചയിലൂടെ ചെയ്യുന്നത് കേരളത്തിലെ പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണ്. കാരണം നമ്മൾ ഒരു ഗവൺമെൻറ് ഇവിടെ മാറി പുതിയ ഒരു ഗവൺമെൻറ് ഇവിടെ വന്നു. നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുണ്ട്, സുപ്രീം കോടതിയുടെ ചില വിധികളുണ്ട്. ഇതിനെയൊക്കെ മാനിക്കാൻ ഏത് സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ്. പോലീസ് ആക്ട് സെക്ഷൻ 97 അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ, ഉദ്യോഗസ്ഥരുടെ ആ കാറ്റഗറി പറയുന്നുണ്ട്, അവരെ ഒരു പോസ്റ്റിൽ നിയമിച്ചു കഴിഞ്ഞാൽ 2 വർഷം ആ പോസ്റ്റിൽ അവരെ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. ശ്രീ സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാൻ 13 മാസമുണ്ട്. അദ്ദേഹത്തിന് DGP സ്ഥാനത്ത് തുടരാൻ 1 വർഷം ബാക്കിയിരിക്കെ ഒരു ഗവൺമെൻറ് മാറി എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ഒരു ശരിയായ നടപടിക്രമമാണ്. അതാണ് സർവീസ് സംഘടനകളുടെ നഗ്നമായ ലംഘനമാണ്. 1. 2, പ്രകാശ് സിംഗിൻ്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയിലും പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു കഴിഞ്ഞാൽ 2 വർഷം ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ അച്ചടക്കരാഹിത്യം അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കണം. അത്തരം ഗുരുതരമായ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണമോ ശ്രീ സെൻകുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നാളിതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞ് അദ്ദേഹത്തെ തെരുവിൽ ആക്ഷേപിക്കുന്നത് പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്നൊരു നടപടിയായതുകൊണ്ട് ഒരു ഗവൺമെൻറ് മാറി പുതിയൊരു ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ സർവീസ് റൂള് പാലിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അത് സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റ് പരിശോധിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അത് രണ്ടും മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്നൊരു ആക്ഷേപം മാത്രമേ. അല്ല, അതിലാണ് ശ്രീ രാജ്മോഹൻ എന്തുകൊണ്ട് മാറ്റി എന്നുള്ള ഉത്തരം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അദ്ദേഹം നിങ്ങളോട് പിന്നീട് പറയാം എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയമായി അതിൻ്റെ ഉത്തരം ഇപ്പോൾ CPIM നേതാക്കൾ നൽകുന്നുണ്ട്. ശരിയാണ്, താങ്കൾ പറഞ്ഞ ചട്ടം
സുപ്രീം കോടതി ഉത്തരവ്. അവിടെയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ മാറ്റാം, കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായും ഈ തീരുമാനം. ഇവിടെ ഉദാഹരണം സൂചിപ്പിച്ചല്ലോ ജിഷ കൊലക്കേസ്, അതുപോലെ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ. അപ്പോൾ കൃത്യനിർവഹണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാകും ഈ മാറ്റം എന്ന് നമുക്ക് ഊഹിക്കാം. അല്ല, ഇന്നലെ വരെ പ്രതിപക്ഷത്തിരുന്ന ആളുകളാണല്ലോ ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ഉദ്യോഗത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഒരിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. അപ്പൊ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടാകുമ്പോഴോ ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ടോ ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നല്ലാതെ അതൊരിക്കലും DGPയെ ഉന്നമിച്ചായിരുന്നു എന്ന് ആർക്കും പറയാനാവില്ല. സ്പെസിഫിക് ആയിട്ട് DGPക്കെതിരായ ഒരു ആരോപണം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉന്നയിക്കാതെ ഇന്ന് അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷം അതിനൊരു ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു ഗവൺമെന്റ് ഭൂഷണമല്ലെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷത്തിരുന്നു നിങ്ങൾ, അതല്ലാതെ DGPയെ പിൻ പോയിന്റ് ചെയ്തിരുന്നില്ല. ഇവിടെ ചട്ടങ്ങളുടെ ലംഘനം DGP തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പോലീസ് ആക്ടിൻ്റെ ലംഘനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 വർഷം കഴിയാതെ ഈ പൊസിഷനിലുള്ള ആളുകളെ മാറ്റരുത് എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ കൃത്യമായി ഇന്ന വീഴ്ച ഈ ഉദ്യോഗസ്ഥൻ വരുത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് മാറ്റാവുന്ന ഒരു ഏതെങ്കിലും കൃത്യമായ ഉദാഹരണം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട്, നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിന് അഴിമതി വിരുദ്ധമായ ഒരു ഉള്ളടക്കമുണ്ട്. കാര്യശേഷിയോടുകൂടി കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമണങ്ങൾ, പ്രത്യേകിച്ച് ജിഷ കൊലക്കേസ് പോലുള്ള സംഭവങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് DGP കൈകാര്യം ചെയ്തിട്ടുള്ളത്? പകൽ വെളിച്ചം പോലെ വ്യക്തമാണല്ലോ. അതുപോലെ തന്നെ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അന്നൊക്കെ നല്ല വിമർശനം DGPക്കെതിരായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? എത്രയോ ശക്തിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചാനലുകളിൽ പോലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ പോലീസ് ആക്ട് അനുസരിച്ചല്ല നിലപാടുണ്ടായത്, നടപടി ഉണ്ടായതെന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. അത് നാളെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പറയുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കും. എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ നടപടി സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ സെൻകുമാർ തന്നെ എങ്ങനെയാണ് പ്രതികരിച്ചത്? അദ്ദേഹത്തിൻ്റെ മാന്യതയുടെ കൃത്യമായ കാപട്യത്തിൻ്റെ രൂപമല്ലേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായത്. ഇനി വരാൻ പോകുന്ന ബെഹ്റയെ പറ്റി അദ്ദേഹം എന്താ ചൂണ്ടിക്കാണിച്ചത്, എന്താ വിശദീകരിച്ചത്? ഇവിടെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ, പോലീസ് സൈന്യത്തിന് തന്നെ അതിൻ്റെ അച്ചടക്കത്തിൻ്റെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇങ്ങനെ പറയുക? സെൻകുമാറിനെ പോലുള്ള ഒരാൾ, അദ്ദേഹം വരാൻ പോകുന്ന DGPയെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് ബെഹ്റയെ പോലെ എനിക്കാവാനാവില്ല എന്ന് പറയുന്നതിൻ്റെ പച്ച മലയാളം എന്താ? ശുദ്ധ അസംബന്ധങ്ങൾ പറയുകയാണ്, എന്തും പറയാമെന്നുള്ള ധാരണയാണ്. പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ സർക്കാരിൻ്റെ സമീപനം എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത്? പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗത്തിൽ തന്നെ ഒരു കാരണവശാലും തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ജിഷ കൊലക്കേസ് അന്വേഷണം അതിൻ്റെ തെറ്റായ വഴികളിലൂടെ പോയതും അതിൽ പാളിച്ച സംഭവിച്ചതും വലിയ പൊതുചർച്ചയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നു, മധ്യമേഖല ADGPയെ മാറ്റുന്നു, എറണാകുളം റൂറൽ SPയെ മാറ്റുന്നു, അതിനുശേഷം ഇപ്പോൾ പോലീസ് മേധാവിയെ തന്നെ മാറ്റുന്നു. അതിനോടൊപ്പം നമ്മൾ കാണേണ്ടത് വിജിലൻസിൻ്റെ തലപ്പത്തേക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്ന ഒരു പൊതു പ്രതീതി ഉണ്ടാക്കിയിട്ടുള്ള ജേക്കബ് തോമസ് വരുന്നു എന്നുള്ളതാണ്. ഈ സ്ഥാനചലനങ്ങളെ ആകെ എടുത്താൽ, ഈ അഴിച്ചുപണിയെ ആകെ എടുത്താൽ അതിനെ പോസിറ്റീവായി പുതിയ സർക്കാർ കാര്യമായി തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ ഉണ്ണിത്താൻ ചട്ടങ്ങളുടെ കാര്യം പറഞ്ഞു. ചട്ടങ്ങൾ എല്ലാ സർക്കാരുകൾക്കും ബാധകമായിരുന്നു.
ഇപ്പം ഞാൻ കഴിഞ്ഞ സർക്കാരിനെ ന്യായീകരിക്കുന്നില്ല, ഈ സർക്കാരിനെ ന്യായീകരിക്കുന്നില്ല. ചട്ടം ലംഘിച്ചാൽ തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് അതിൽ. പക്ഷേ കഴിഞ്ഞ സർക്കാർ ജേക്കബ് തോമസിനെ പോലുള്ള ഉദ്യോഗസ്ഥരോട് ചെയ്തത് ചട്ടമായിരുന്നോ എന്ന കാര്യം ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ ആലോചിക്കണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ സെൻകുമാറിൻ്റെ കാര്യം പറഞ്ഞു. സെൻകുമാർ വ്യക്തിപരമായി എങ്ങനെയുള്ള ആളാണ്, അദ്ദേഹം നല്ല വർക്ക് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്നു, തെറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ജേക്കബ് തോമസിനോട് തന്നെ സെൻകുമാർ മുമ്പ് പറഞ്ഞൊരു വാക്ക് നമ്മൾ മറന്നുപോരുത്. നിങ്ങൾക്ക് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യലാണ് വിജിലൻസിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജിവെച്ച് കെജ്രിവാളിൻ്റെ പോലെ പോയി നിൽക്കാൻ. എനിക്കിഷ്ടമായി കെജ്രിവാളിനെ പറ്റി പറഞ്ഞത്, എനിക്ക് സന്തോഷം. പക്ഷേ പ്രശ്നം അതല്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനോട് പറയാമോ? മുഖ്യമന്ത്രി എന്താണ് ജേക്കബ് തോമസിനെ പറ്റി പറഞ്ഞത്? എനിക്കതിനെതിരെ മാനനഷ്ടത്തിന് പോകാൻ അനുമതി ചോദിച്ച ആളാണ് ജേക്കബ് തോമസ്. അപ്പോൾ ഒന്നും ഈ പോലീസ് ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ചട്ടം ലംഘിക്കരുതെന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഈ ഗവൺമെൻറ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടിക്ക് പോകാം. രണ്ടാമത്തെ കാര്യം, സെൻകുമാറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ജിഷയുടെ കേസിൽ ഒന്നും നോക്കണ്ട, വളരെ വലിയ തെറ്റാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തതെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നൊരു കേസാണത്. തെളിവ് മുഴുവൻ നശിപ്പിച്ചു, ഒരു മാസം ഇട്ട് നശിപ്പിച്ചു. ആരെ രക്ഷിക്കാനാണെന്ന് എനിക്കറിയില്ല. കോമാളിത്തരം മുഴുവൻ കാണിച്ചു. കേരള പോലീസ് ഇത്രയ്ക്കും ഇനി ഏത് കോമഡി പരിപാടിക്കും ആളെ കിട്ടുന്ന രൂപത്തിൽ പോലീസിനെ കൊണ്ട് എന്തൊക്കെ കളിപ്പിച്ചു. മാങ്ങ കടിപ്പിക്കുക, മറ്റേ ഉടുപ്പിടിക്കുക, ഒറ്റ ചെരുപ്പുള്ള ആളെ നോക്കി പോവുക. ശ്രീനിവാസ സിനിമയിലെ തമാശയല്ലേ കണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയ്ക്കും ചെയ്തിട്ടും ആ ഉദ്യോഗസ്ഥരെ അനങ്ങിയില്ല. കുറുപ്പംപടിയിലെ CIയും SIയും അടക്കം റൈറ്ററടക്കം ഒരു ഉദ്യോഗസ്ഥനും ഒരു സ്ഥാനചലനം ഉണ്ടായില്ല. എന്താ കാര്യം? ഫുൾ പ്രൊട്ടക്ഷനാണ്. ഫുൾ പ്രൊട്ടക്ഷൻ. അത് തന്നെയാണ് പുറ്റിങ്ങലും കണ്ടത്. പുറ്റിങ്ങൽ ആ പോലീസ് നോക്കി നിൽക്കുക, വെടിക്കെട്ട് നടക്കുന്നു. ആരായും ഉത്തരവാദി എന്ന് വെച്ചപ്പോൾ കളക്ടറായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു DGP യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ ഇടതുപക്ഷം പറഞ്ഞില്ലയോ എന്നുള്ളതല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോട് വലിയ വിമർശനം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി ജേക്കബ് തോമസിനെ കൊണ്ടുവന്ന കാര്യത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് അക്കാര്യത്തിൽ. കാരണം എത്ര കാലം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ജേക്കബ് തോമസ് ഇരിക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 30-31 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സർവീസിനിടയിൽ ഇവിടെ ഇടത് വലത് മാറി ഭരിച്ചിട്ടും അദ്ദേഹത്തിന് ചില ശിക്ഷകളൊക്കെ ചില സംഗതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പോൾ പാറ്റൂരും ഈ പറഞ്ഞതുപോലെ ബാർക്കോഴയും അടക്കമുള്ള അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസും അടക്കമുള്ള കേസുകൾ വരികയാണ്. ആ കേസ് വരുമ്പോൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അത് അന്വേഷിക്കാനുണ്ട് എന്നുള്ളത് അഴിമതി വിരുദ്ധത്തിൽ നിൽക്കുന്ന എനിക്ക് സന്തോഷമാണ്. പക്ഷേ എത്രത്തോളം അദ്ദേഹം പോകും, അത് കാത്തിരുന്ന് കാണാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വീഴ്ച എത്ര നാൾ മുൻപേ വ്യക്തമായതാണ്. ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞാണ് യഥാർത്ഥത്തിലുള്ള അന്വേഷണ പ്രക്രിയ ആരംഭിച്ചത് പോലും. അതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും നടപടിക്ക് വിധേയരാക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ആരുടേതായിരുന്നു? ഒരുപക്ഷെ നടപടി എടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പോലും അല്പം മെച്ചം കിട്ടിയേനെ. അതേമാതിരി തന്നെ ഈ പുറ്റിങ്ങൽ സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച ആദ്യം കലക്ടർ ചൂണ്ടിക്കാട്ടുന്നു, അതിനുശേഷം ആഭ്യന്തര സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ലല്ലോ. ചില്ലറ മാറ്റങ്ങൾ ഒഴിച്ച് ശിക്ഷണ നടപടികളൊന്നും ഈ 2 വിഷയത്തിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നടപടി എടുക്കാതിരുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആ നടപടി രാഷ്ട്രീയമായ തീരുമാനത്താൽ എടുക്കുന്ന ഘട്ടത്തെ പോലും പ്രതിരോധിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഈ DGP അല്ലേ? സ്വാഭാവികമായും പുതിയ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷത്തിരുന്ന് ഉന്നയിച്ച ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടപടി എടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ നീക്കുക എന്നുള്ളത് അങ്ങേയറ്റം സ്വാഭാവികമായി കണ്ടാൽ പോരെ? അല്ല, ഞാനിപ്പോൾ ഈ DGPയെ മാറ്റിയതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് നിലനിൽപ്പുണ്ട്, അതുകൂടാതെ സർവീസ് റൂള് നിലനിൽപ്പുണ്ട്. ഈ റൂള് രണ്ടും വയലേറ്റ് ചെയ്തു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. സെൻകുമാർ തൻ്റെ ഓർഡർ കൈപ്പറ്റിയതിന് ശേഷം കോടതിയിൽ പോയാൽ തിരിച്ച് ഈ സ്ഥാനത്ത് വയ്ക്കാൻ കോടതി ഉത്തരവിടും. കാര്യം തമിഴ്നാട്ടിൽ DGP ഇപ്പം അങ്ങനെ ഉത്തരവ് വാങ്ങിച്ച് അവിടെ അധികാരത്തിലിരിക്കുകയാണ്. കർണാടകത്തിലെ DGPയും ഇതുപോലെ തന്നെ കോടതിയിൽ പോയി കോടതി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ തൊട്ടയലത്ത് ഇതേ 2 കേസുകളിൽ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ 2 DGPമാർ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു ആ 2 DGPമാരെയും തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. ഇവിടെയും അതേ സംഭവിക്കൂ, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് DGPയെ മാറ്റിയതിനെ കുറിച്ച് ഞങ്ങളാരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഒരു ഗവൺമെന്റ് മാറുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഗവൺമെന്റുണ്ട്. ഇവിടെ ഈ പുറ്റിങ്ങൽ വെടിക്കെട്ടുമായി നമ്മളൊരു ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെടിക്കെട്ടിന് നിരോധനമുണ്ട്, ഇല്ലെന്ന് ആരും പറയണ്ട. ആ നിരോധനം എവിടൊക്കെ ലംഘിക്കപ്പെട്ടു എന്ന് പരിശോധിക്കണം. അവിടെ പോലീസ് മാത്രമല്ല കുറ്റക്കാർ. അപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു ചർച്ച തന്നെ നടത്തുമ്പോൾ
കുറ്റക്കാരാരാണെന്ന് തെളിഞ്ഞു വരും. അതുകൊണ്ട് അതിൽ ഒരു വിഭാഗത്തെ മാത്രമായി നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതേസമയം പെരുമ്പാവൂർ നടന്ന ജിഷയുടെ കൊലപാതകത്തിൽ, ആ കൊലപാതകം 28-ാം തീയതി നടന്നത്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ പീക്ക് ടൈമിലാണ് നടന്നത്. ആ കൊലപാതകത്തിൽ കർശനമായ നടപടി എടുത്തിട്ടില്ല എന്ന് ആർക്കാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ശക്തമായ നടപടി വേണ്ടിയിരുന്നു. താങ്കൾ തന്നെ പറഞ്ഞു, നടപടി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ UDFന് ഈ പല മണ്ഡലത്തിലും ഈ ഗതി വരുമായിരുന്നില്ല. കാരണം ജിഷയില്ലാത്ത ഒരു അസംബ്ലി മണ്ഡലവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ, എല്ലാവർക്കും അറിയാം. അപ്പോ അത് ഫലപ്രദമായി ഇടതുപക്ഷം ഉപയോഗിച്ചത് ശക്തമായ നടപടിയുടെ അപര്യാപ്തത തന്നെയാണ്. അതിലാർക്കും ഒരു തർക്കവുമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ഇവിടെ സെൻകുമാറിനെ മാറ്റിയുമായി സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ നിയമപരമായി ആ നടപടിയിൽ ചില തെറ്റുകളും പിശകും ഉണ്ട്. അത് കാലം തെളിയിക്കും. അല്ല, അത് നമുക്ക് അദ്ദേഹം കോടതിയിൽ പോകുമോ, കോടതി അനുകൂലമായി ഉത്തരവിടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഈ സൂചിപ്പിച്ച രണ്ട് സംഭവത്തിലും വ്യക്തിപരമായി അല്ലെങ്കിൽ നേരിട്ട് എങ്ങനെയാണ് DGP ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയിലേക്ക് വരുന്നത്? അദ്ദേഹം സേനയുടെ ആകെ തലവൻ എന്നുള്ള നിലയിൽ ധാർമ്മികമായി ഉത്തരവാദിത്തമുള്ള ആളായിരിക്കാം. പക്ഷേ മനഃപൂർവ്വമായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യം വെച്ച് ഉള്ള വീഴ്ചയോ ഇടപെടലുകളോ ഈ രണ്ട് സംഭവത്തിലും ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സേനയുടെ മൊറയിലിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി കണക്കിലെടുത്ത് അദ്ദേഹം നടപടികൾ എടുക്കുന്നതിനെ പ്രതിരോധിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറത്ത് ബോധപൂർവമായ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം വാങ്ങിച്ചിട്ടുള്ള ഒരു വീഴ്ചയും ഈ ഉദ്യോഗസ്ഥനിൽ ആരോപിക്കാനില്ലല്ലോ. അല്ല, ഇതിൻ്റെ അകത്ത് കാണേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും നയങ്ങളും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം വേണം, ഒരു ഭരണ സംവിധാനം വേണം. ആ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ സെൻകുമാറിനെ പോലെയുള്ള ഒരാളായാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കേരളത്തിൻ്റെ ചൂണ്ടിക്കാണിച്ച ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടുകൾ കൃത്യമായി കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ക്രമസമാധാന നിലയുടെ പ്രശ്നം, അതുപോലെ തന്നെ വെടിക്കെട്ട് അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി പോലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യത്തിൽ നടപടി സ്വീകരിക്കാതിരുന്ന DGPയുടെ സമീപനം, അതുപോലെ തന്നെ ഈ കേരളം മുഴുവൻ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജിഷ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായപ്പോൾ ഒരു ഉന്നത റാങ്കിലുള്ള ഒരു വനിത, പോലീസിൽ വനിതയെ കൊണ്ട് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് വനിതാ സംഘടനകൾ മുഴുവൻ പറഞ്ഞു. എന്നാൽ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയവരെ പറ്റി വലിയ പരാതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പരാതിക്ക് വിധേയപ്പെട്ടയാളെയാണ് അവിടെ അന്വേഷണത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. സെൻകുമാർ അറിയാതെയല്ല ഇതൊന്നും നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ അപകടകരമായ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയും സ്ത്രീകൾക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ളതിൻ്റെ ശേഷിയും എല്ലാം പരിഹാസ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക ചെയ്തത്. ഒരു അപകടകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ബാധ്യതയുള്ള DGPക്ക് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയുന്ന. ശരി, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിക്കുന്ന വിമർശനം. തുടരുക. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ശ്രീ CR നീലകണ്ഠൻ, ലോക്നാഥ് ബെഹ്റയാണ് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള DGPയായി വരാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ചില ദുസ്സൂചനകൾ ഇപ്പോഴത്തെ DGP നൽകുകയും ചെയ്തു. ഞാൻ ക്ലബ്ബുകൾക്കോ പാർട്ടികൾക്കോ 5 സ്റ്റാർ ഹോട്ടലുകളിലോ പോകുന്ന ആളല്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത ആളാണ് എന്ന് പറയുമ്പോൾ, എനിക്കൊരിക്കലും ബെഹ്റയാകാനോ ബെഹ്റയ്ക്കൊരിക്കലും ഞാനാകാനോ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അതിലെ സൂചന വളരെ വ്യക്തമാണ്. ഇപ്പോൾ സീനിയോറിറ്റി നോക്കിയാൽ 1-ാം സ്ഥാനത്ത് ഈ ബെഹ്റ അല്ല താനും, 2-ാം സ്ഥാനമേ അദ്ദേഹത്തിനുള്ളൂ. എന്തെങ്കിലും സവിശേഷ താല്പര്യം മുൻനിർത്തി ബെഹ്റയെ കൊണ്ടുവന്നു എന്ന് കരുതണോ? അക്കാര്യത്തിൽ സർക്കാരിൻ്റെ വരുതിക്ക് പൂർണ്ണമായും അടിപ്പെടുന്ന ഒരാൾ എന്നുള്ള പരിഗണന എന്നുള്ള ഒരു സൂചന കൂടിയാണ് അവിടെ സ്ഥാനമൊഴിയുന്ന DGP നൽകുന്നത്. അതിനെ നമ്മൾ വിശ്വസിക്കണോ? അല്ല, സ്ഥാനമൊഴിയുന്ന DGPക്ക് പുതിയ DGPയോട് ചിലപ്പോൾ വിരോധം ഉണ്ടാവും. എനിക്കറിയില്ല. എനിക്ക് ലോക്നാഥ് ബെഹ്റയെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ കൊച്ചി കമ്മീഷണറാക്കിയിട്ടുന്ന കാലം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം NIA-യിലും CBI-യിലും ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് നല്ല എക്സ്പീരിയൻസ് ആവും എന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ചും കേസ് അന്വേഷണത്തിൽ.
കേസന്വേഷണം നടത്തുന്ന ഭാഗത്ത്. ഇപ്പോൾ പക്ഷേ സെൻകുമാറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻകുമാറിന് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മാറ്റത്തിൽ ഒന്നുമില്ല. സെൻകുമാർ നേരിട്ട് പെരുമ്പാവൂരിൽ വന്ന് ഈ കേസന്വേഷണം മോണിറ്റർ ചെയ്തിരുന്നു. നേരിട്ട് അവിടെ വന്ന് ഏത് മനുഷ്യനോട് ചോദിച്ചാലും ഈ ഉദ്യോഗസ്ഥർ കുറുപ്പുംപടി CIയും SIയും മാറ്റേണ്ടതാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥരെ മാറ്റണം. കാരണം നിരവധി കാര്യങ്ങൾ അവിടെ പരാതി 3 മാസം കൊടുത്ത് 3-4 പരാതി അമ്മ കൊടുത്തിട്ട് ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ആരുടെ താല്പര്യം എനിക്കറിയില്ല. അതുപോലെ ഈ പറഞ്ഞ മൃതദേഹം ദഹിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഒരു രീതിയിലും ശരിയായ അന്വേഷണമല്ല നടന്നത് എന്ന് ഉണ്ണിത്താനും സമ്മതിക്കുന്നു. അത് നല്ല കാര്യം. പക്ഷേ എന്നിട്ടും ഇത്രയും ചർച്ച വന്നിട്ടും മാധ്യമങ്ങൾ ഇത്ര കൊണ്ടുവന്നിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഇത്ര സമരം ചെയ്തിട്ടും ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ജോലി ഇദ്ദേഹത്തിന് എന്താ? ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു നെഗ്ലിജൻസ് പോലീസിനോട് കാണിക്കാൻ പാടില്ല. ഇനി ബെഹ്റ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്, ബെഹ്റ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മറ്റേ കാവലാളായി നിൽക്കുമോ എന്നുള്ളത്, അവരുടെ തത്വങ്ങളാണോ കാണുക അതോ അവരുടെ പാർട്ടികളെയാണോ സംരക്ഷിക്കുക, അഴിമതിക്ക് എങ്ങനെ കൂട്ടുനിൽക്കും, ഇതൊക്കെ ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണത്തിന് സെൻകുമാർ അവിടെ ഇരിക്കുകയും വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസ് വരികയും ചെയ്താലുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന സ്ഥിതി? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ജേക്കബ് തോമസിനോട് സെൻകുമാറിൻ്റെ എടുത്തിട്ടുള്ള നിലപാട്? അപ്പോൾ ഞാൻ ഇതിലുത്തരമുള്ള കാര്യം, ഇനി കോടതിയിൽ പോട്ടെ, അദ്ദേഹം വരട്ടെ, നിയമപരമല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായ അവകാശമുണ്ടെങ്കിൽ സെൻകുമാർ തിരിച്ചു വരട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ രീതി, എന്തെങ്കിലും ചെയ്തോട്ടെ. നിയമവിരുദ്ധമായി ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ പ്രശ്നം അതെങ്ങനെ നേരിടുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായും ജേക്കബ് തോമസിനെ ഇരുത്തുന്നു എന്നതോടുകൂടി അവിടെ നിന്ന് സെൻകുമാർ പോകുമെന്ന് സ്വാഭാവികമായും ഞാൻ വിചാരിക്കും. കാരണം അതിലൊരു ലിങ്കുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അല്ല, അദ്ദേഹം ഇനി ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം സർക്കാരിൽ ഉള്ള വിശ്വാസം വളരെ പ്രധാനമാണ്, സർക്കാരിനുള്ള വിശ്വാസവും വളരെ പ്രധാനമാണ്. അതില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിയമ നടപടിക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ലോക്നാഥ് ബെഹ്റയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന DGP ചില ദുസ്സൂചനകൾ നൽകിയിട്ടുണ്ട്. ഒരിക്കലും പിൻഗാമിയായി വരാൻ പോകുന്ന ആളെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടുള്ളതല്ല. കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും എതിരഭിപ്രായം പുതിയ DGPയെ കുറിച്ചുണ്ടോ? അല്ല, നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് താല്പര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ DGP ആയിരിക്കുന്ന ശ്രീ സെൻകുമാർ ശ്രീ ലോക്നാഥ് ബെഹ്റയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. എനിക്ക് ലോക്നാഥ് ബെഹ്റയെ ഏറ്റവും അടുത്തറിയാവുന്ന ആളാണ്. ശ്രീ K. കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം എറണാകുളം സിറ്റി കമ്മീഷണറായിരുന്നു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം കഥകളാണ് ഇടതുപക്ഷ മുന്നണി അന്ന് പുറത്തുവിട്ടത്. ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ ഓർമ്മകൾ നശിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം എറണാകുളം സിറ്റി കമ്മീഷൻ ആയിരുന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാമാണോ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് ജനങ്ങളോട് പറയുന്നത് നന്നായിരിക്കും. കാരണം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ ചിത്രങ്ങളടക്കം പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലോക്നാഥ് ബെഹ്റയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. എന്തായാലും സ്ഥാനമൊഴിയുന്ന DGP ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരിക്കലും ലോക്നാഥ് ബെഹ്റ ആകാൻ പറ്റില്ല, അദ്ദേഹത്തിനൊരിക്കലും ഞാനാകാനും പറ്റില്ല എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കേരളത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്ന മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജനങ്ങളെ അറിയിക്കുക. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഉദ്യോഗസ്ഥന്മാരുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതാണ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ബെഹ്റയെയാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത്, എന്നെയല്ല. ഈ സർക്കാരിന് എന്നെ ആവശ്യമില്ല എന്ന ബോധ്യം TP സെൻകുമാറിനുണ്ട്. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ശ്രീ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ K. കരുണാകരൻ്റെ ആൾ എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ആളാണ് ലോക്നാഥ് ബെഹ്റ. പിന്നീട് അദ്ദേഹം ദേശീയ അന്വേഷണ ഏജൻസിയിലടക്കം പ്രവർത്തിക്കുമ്പോൾ ഇസ്രത് ജഹാൻ കേസിലടക്കം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ദേശീയ ടെലിവിഷൻ ചാനലിന് ഇസ്രത് ജഹാൻ ഒരു തീവ്രവാദിയായിരുന്നു, LET ഓപ്പറേറ്റീവ് ആയിരുന്നു, അതൊരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്ത ബൈറ്റ് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആരാണോ അധികാര കേന്ദ്രം, അയാൾക്ക് സമീപിക്കാൻ കഴിയുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളതായിരിക്കാം ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന DGPയുടെ ആരോപണത്തിൻ്റെ വ്യംഗ്യം. അങ്ങനെ ഉണ്ടോ? പിണറായി വിജയന് ഏറ്റവും ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന, ഉറപ്പിച്ച് നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണോ ഈ സെലക്ഷൻ?
ഇതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കണം. അതായത് CPIM പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രശ്നത്തിൽ ഓരോരുത്തരും, അതായത് ഓരോ വ്യക്തി എന്ന രീതിയിൽ അവരുടെ മുൻകാല ചെയ്തികളെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ചാൽ വിമർശനാത്മകമായ രീതിയിൽ പറയാത്ത ഉദ്യോഗസ്ഥന്മാർ ആരാ ഉണ്ടാകുക? ഞങ്ങൾക്ക് വിമർശനമുള്ളപ്പോൾ എല്ലാം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിമർശനം ഉന്നയിച്ച മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും പിന്നെ ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത എല്ലാവരെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കി IPSകാരെയും IASകാരെയും മുഴുവൻ മാറ്റി നിർത്തേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ ആരാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപയോഗിക്കാനാവുക? ഉള്ളതിൽ നിന്ന് ഉപയോഗിക്കാവുന്നവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വേറെന്താ വഴി? അല്ലാണ്ട് എല്ലാ വിമർശനങ്ങളും തീർന്ന ഒരു വിമർശനവും ഇല്ലാത്ത, ഞങ്ങൾ മുമ്പ് ഒരിക്കലും ഒരു തരത്തിലും വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതൊന്നും പറയാൻ സാധിക്കുന്നതല്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. ആ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രതിപക്ഷത്തിരിക്കുന്ന സന്ദർഭത്തിലുമെല്ലാം ഓരോ സന്ദർഭത്തിലും ഉണ്ടാവുന്ന ഓരോന്നിൻ്റെയും മെറിറ്റ് അനുസരിച്ച് മാത്രമേ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ വിമർശനം നടത്തും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകും. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് IAS ഉദ്യോഗസ്ഥന്മാരും IPS ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ അഴിമതിക്കെതിരായിട്ടും അതുപോലെ തന്നെ CR നീലകണ്ഠൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം നിലവിൽ DGP റാങ്കിലുള്ളവരെ ആണല്ലോ ഈ തസ്തികയിലേക്ക് ഇരുത്തേണ്ടത്. ഇവിടെ സീനിയോറിറ്റിയിൽ 2ാം സ്ഥാനത്ത് വരുന്ന ജേക്കബ് തോമസിനെ വിജിലൻസിൻ്റെ ഡയറക്ടറാക്കി ഇരുത്തുന്നുണ്ട്. സെൻകുമാറാണ് 1ാം സ്ഥാനത്ത്. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ തീരുമാനപ്രകാരം പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സീനിയോറിറ്റി അനുസരിച്ച് തന്നെയാണ്. അതേസമയം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടറായി 2 DGPമാരെ മറികടന്ന ഒരു ADGPയാണ് കൊണ്ടിരുത്തിയത് എന്നോർക്കണം. ഈ ജേക്കബ് തോമസിനെ അന്ന് പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്ക് തട്ടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിലവിൽ അവൈലബിളായ IPS ഉദ്യോഗസ്ഥരിൽ സീനിയോറിറ്റിയുടെ മുറയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് സർക്കാരിൻ്റെ ഭരണപരമായ സാധാരണ നടപടിക്രമം എന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും താല്പര്യം ഇതിൽ ആരോപിക്കുന്നതിൽ വല്ല കഥയുമുണ്ടോ? അല്ല, അത് തെളിയിക്കേണ്ടത് കാലമാണ് ഞാൻ വിചാരിക്കുന്നത്. ലോക്നാഥ് ബെഹ്റ എങ്ങനെയാണ് DGPയായി പെരുമാറുന്നത്, കേരളത്തിലെ ക്രമസമാധാനം, ഈ പറഞ്ഞ സ്ത്രീകളുടെ സുരക്ഷ, അതുപോലെയുള്ള വിഷയങ്ങളിൽ ലോക്നാഥ് ബെഹ്റയുടെ സമീപനം എന്തായിരിക്കും? ഗവൺമെൻറ് സമീപനവും അത് ഒന്നിച്ചു പോകുന്നതാണോ? അത് പാർട്ടിയുടെ താല്പര്യങ്ങളാണോ അത് പാലിക്കുന്നത്, അതോ ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയുമാണോ? ഗവൺമെൻറ് എന്ന് പറയുന്നത് ഞാൻ പാർട്ടി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും സെൻകുമാറിൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരുമാതിരി തെളിഞ്ഞ കാര്യമാണ്. ആ സമീപനം ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഇടതുപക്ഷം പറയുന്നു. സീനിയോറിറ്റിയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സീനിയോറിറ്റി മറികടന്ന് ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചത് മറ്റ് സങ്കുചിത താല്പര്യങ്ങളാണ് എന്ന് കണ്ടാൽ അതുപോലെ തന്നെ അത് വിമർശിക്കപ്പെടുകയും ചെയ്യും. അത് യാതൊരു ഇനി അത് വരുമ്പോൾ വിമർശിക്കപ്പെടും. പക്ഷേ ലോക്നാഥ് ബെഹ്റ ഇതുവരെ പരസ്യമായി അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് ഇപ്പോൾ സെൻകുമാർ ചെയ്തതുപോലെ പരസ്യമായി ഇത്തരത്തിൽ ഇടപെട്ടതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. പക്ഷേ ജേക്കബ് തോമസിനെ ഞാനിപ്പോഴും പറയുന്നത്, ജേക്കബ് തോമസിനെ 2ാം സ്ഥാനത്തുള്ള ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി ഇരുത്തുന്നതോടുകൂടി തന്നെ ഒരു മെസ്സേജുണ്ട്. ആ മെസ്സേജ് അദ്ദേഹം തന്നെ പറഞ്ഞൊരു മെസ്സേജുണ്ട്. എല്ലാത്തിലും മെസ്സേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇതിലും മെസ്സേജുണ്ട്. ബെഹ്റയിൽ എന്താ മെസ്സേജ് എന്നുള്ളത് അറിയാനേ ഉള്ളൂ. പക്ഷേ ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പാറ്റൂരടക്കമുള്ള നിരവധി കേസുകൾ വരുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗൗരവത്തിൽ അവർ അധികാരത്തിൽ വന്നത് തന്നെ അഴിമതിക്കെതിരായ വലിയ സമരം നടത്തിയിട്ടാണ്. ആ അഴിമതി കേസിൽ അവരത്ര സീരിയസ് ആണ് എന്നിപ്പോൾ കാണിക്കുന്നു. ഇനി നാളെ അതിൻ്റെ റിപ്പോർട്ട് വരികയും മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. കാരണം കഴിഞ്ഞ 60 വർഷമായി ആകെ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരാൾ ബാലകൃഷ്ണപിള്ള മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾ എത്രത്തോളം അത് ചെയ്യുന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല. പക്ഷേ ജേക്കബ് തോമസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ME ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ കിട്ടാവുന്നതിൽ വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കാൻ ഏറ്റവും യോഗ്യനായ ഉദ്യോഗസ്ഥനാണ് എന്ന് മാത്രമേ നമുക്ക് പറയാം. ശ്രീ ME ഗോവിന്ദൻ മാസ്റ്റർ, ജേക്കബ് തോമസിനെ വിജിലൻസിൻ്റെ തലപ്പത്ത് എത്തിക്കുന്നതിലൊരു സന്ദേശമുണ്ട്, അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് മാതിരി. ആ സന്ദേശം പക്ഷേ പ്രതിപക്ഷത്തിനാണ് കിട്ടുക. കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതി കേസുകളൊക്കെ വിജിലൻസ് പരിശോധിക്കുമ്പോൾ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. ജേക്കബ് തോമസ് എന്ന അഴിമതിക്കെതിരെ പൊതുരംഗത്ത് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, കടുകിട വ്യത്യാസമില്ലാതെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനാണ് വിജിലൻസിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻപ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അടക്കം ഉറക്കം കളയുന്നതാണോ?
അല്ല, ഏതെങ്കിലും ആളുടെ ഉറക്കം കളയാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് നിലപാടുകൾ സ്വീകരിക്കണം. ഒരു ഫേസ്ബുക്കിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്: അപകടകാരിയായ സത്യസന്ധനാണ് ജേക്കബ് തോമസ്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് പറയാണ്, അദ്ദേഹത്തെ നിയമിക്കണമെങ്കിൽ, ഈ പോസ്റ്റിൽ നിയമിക്കണമെങ്കിൽ അസാമാന്യമായ ചങ്കൂറ്റം കാണിക്കണം എന്നാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരാളുടെ അത് ഡെമോക്രസിന്റെ വാള് പോലെ വേണമെങ്കിലും വീഴാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്താണ് ഇപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ഇനി ഇരിക്കാൻ പോകുന്ന നിങ്ങളുടെ അവസ്ഥ? കോൺഗ്രസിന്റെ അടക്കമുള്ള മന്ത്രിമാർക്ക്, ആരോപിതരായ ആളുകൾക്ക് ഇത്രയും കാലം ഭരണത്തിലിരുന്ന കാലത്ത് ആരോപണമല്ലേ ഉള്ളൂ, തെളിവെവിടെ എന്നൊക്കെ ചോദിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇവിടെ ജേക്കബ് തോമസ് വിജിലൻസിന്റെ ചുക്കാൻ പിടിക്കുന്നതോടുകൂടി ഇനി എന്താണ് സംഭവിക്കുക എന്ന ആശങ്ക ഉണ്ടോ? അല്ല, ശ്രീ നീലകണ്ഠൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. കഴിഞ്ഞ 60 വർഷത്തെ ചരിത്രത്തിനിടയിൽ അഴിമതി കേസിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന ശ്രീ ബാലകൃഷ്ണപിള്ള മാത്രമാണ്. വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ആ അഴിമതിക്കെതിരെ നിരവധി വർഷക്കാലം, 17 വർഷമാണ് ശ്രീ അച്യുതാനന്ദൻ പോരാട്ടം നടത്തി 2 പ്രാവശ്യം സുപ്രീം കോടതി പോയി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ആ അച്യുതാനന്ദൻ തന്നെ ബാലകൃഷ്ണപിള്ളയെ വാരി പുണരുന്ന രംഗം നമ്മൾ ഈ കേരളത്തിൽ കണ്ടതാണ്. ഇവിടെ ഗവൺമെൻറ്റുകൾ സംസ്ഥാനം ഭരിക്കുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരോപണം പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതായി കേൾവി പോലുമില്ല. അതുകൊണ്ട് ശ്രീ ജേക്കബ് തോമസ് ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം കേരളത്തിലെ അഴിമതിക്കാരായ കോൺഗ്രസ് മന്ത്രിമാർക്ക് ഇനി ഉറക്കമില്ലാത്ത നാളുകളാണല്ലോ വരാൻ പോകുന്നത്. ഞങ്ങൾ ആ ഉറക്കമില്ലാത്ത നാടുകളെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വീരനായകൻ നാളെ അദ്ദേഹം ഈ മന്ത്രിമാരെ ഒക്കെ ഇരുമ്പടികൾക്കുള്ളിൽ അടയ്ക്കുന്ന ദിവസം കാത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. എന്നാണാവോ ആ ദിവസം വരുന്നതെന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ കേസിലും യാതൊരു വിധമായ ഔദാര്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിഷ്പക്ഷമായി നീതിപൂർവമായി അന്വേഷണം നടക്കണം. അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം, ജനങ്ങളെ അറിയിക്കണം. അതിലൊന്നും ഒരു പേടിയും ഞങ്ങൾക്കില്ല. ധൈര്യമായിട്ട് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നു. അതാണ് ശ്രീ എഫ് വി ഗോവിന്ദൻ മാസ്റ്റർ. അതൊരു വെല്ലുവിളിയാണ്. വി എസ് അച്യുതാനന്ദനെ കാണാൻ പിണറായി വിജയൻ ചെന്നപ്പോൾ വി എസ് അദ്ദേഹത്തോട് പറഞ്ഞതും ഈ അഴിമതി കേസുകളുടെ കാര്യത്തിലൊരു ഫോളോ അപ്പ് വേണം എന്നുള്ളതാണ്. അത് 100% ഉറപ്പാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കേരളം കാത്തിരിക്കുന്നു. ഒപ്പം നേരത്തെ ശ്രീ സി ആർ നീലകണ്ഠൻ സൂചിപ്പിച്ചതുമാതിരി എത്ര കാലം വിജിലൻസിൻ്റെ തലപ്പത്ത് ജേക്കബ് തോമസ് ഇരിക്കും എന്നുള്ള കാര്യവും എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ്. അല്ല, എല്ലാവർക്കുമുള്ള സംശയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം തമ്മിൽ വ്യത്യാസമില്ലാതെ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ പറഞ്ഞതുപോലെ, ഞങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിൽ കൃത്യമായ അർത്ഥമുണ്ട്. ആ അർത്ഥം കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് അഴിമതിക്കാരാണെന്ന് വ്യക്തമാക്കപ്പെട്ട നിരവധി ആളുകൾ, മന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ അഴിമതി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വിജിലൻസ് കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി മുൻ മന്ത്രിമാർ അഴിമതി കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ. അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മുമ്പ് പീഡിപ്പിക്കപ്പെട്ടതാണ്. UDF-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഓരോരോ കേസ് അന്വേഷിച്ച് പാറ്റൂർ ഭൂമി തട്ടിപ്പിൻ്റെ പ്രശ്നം വന്നപ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ പങ്ക്, അതുപോലെ തന്നെ ഈ ചീഫ് സെക്രട്ടറിയുടെ പങ്ക് ഉൾപ്പെടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ രേഖ. എന്നിട്ട് ലോകായുക്ത അത് കാണിക്കേണ്ടതില്ല, പുറത്ത് കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മുക്കുക ചെയ്തിട്ടുള്ളത് ഒക്കെ വരാൻ പോവാണ്, ഓരോന്നോരോന്നായിട്ട് വരാൻ പോവാണ്. അതുപോലെ തന്നെ ബാർ കേസുമായിട്ട് ബന്ധപ്പെട്ട കേസ് അതെല്ലാം മൂടി വെക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധമായ രീതിയിൽ കേസ് ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഈ കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിച്ച ഗവൺമെൻറ്റാണ്.
ആ ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ UDF കാലത്തുള്ളതുപോലെ എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായി ഇനി ഇദ്ദേഹത്തിന് മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന ജേക്കബ് തോമസിൻ്റെ മേലെ എന്തെങ്കിലും സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട കാര്യമില്ല. സത്യസന്ധമായിട്ട് അന്വേഷിക്കട്ടെ. തുറന്ന പുസ്തകം പോലെ കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. CR നീലകണ്ഠൻ ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുമാതിരി പാറ്റൂർ കേസിൽ ഈ ജേക്കബ് തോമസിന്റെ അന്വേഷണ റിപ്പോർട്ട്, അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അതിപ്പോഴും ഒരു സീൽഡ് കവറിൽ ഇരിക്കുകയാണ്. ജേക്കബ് തോമസും എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അതേമാതിരി തന്നെ ഈ ബാർക്കോഴ അന്വേഷണം സംബന്ധിച്ച് വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്ത് മുകളിൽ കോടതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും കോടതി ആ റിപ്പോർട്ട് സ്വീകരിച്ചിട്ടില്ല. വേണമെങ്കിൽ ഒന്നുകൂടി വിജിലൻസിനോട് പരിശോധിക്കാൻ വിജിലൻസ് കോടതിക്ക് ആവശ്യപ്പെടാം. അതുകൊണ്ട് പാറ്റൂരും ബാർക്കോഴയും അവസാനിക്കാതെ അവിടെ നിൽക്കുകയാണ്. ജേക്കബ് തോമസ് വീണ്ടും വിജിലൻസ് എന്ന ലാവണത്തിലേക്ക് മടങ്ങുമ്പോൾ ഇവ രണ്ടും അതിൻ്റെ സർവ്വശക്തിയോടുകൂടി പുനരവതരിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? സാധ്യത ഇല്ലെങ്കിലും പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഞാൻ അഴിമതി ആര് നടത്തിയാലും അത് എക്സ്പോസ് ചെയ്യപ്പെടണം. ഇപ്പോൾ പറഞ്ഞില്ലേ 60 വർഷത്തിനിടയിൽ ഒരു ബാലകൃഷ്ണപിള്ള മാത്രമേ കേരളത്തിൽ അഴിമതി നടത്തിയിട്ടുള്ളൂ എന്നാണ് പറയണമെങ്കിൽ എനിക്കൊരു വിരോധമില്ല. മറ്റെല്ലാ മുന്നണിക്കാരും ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കള്ളമാണ്. പരസ്പരം 57 മുതൽ 2016 വരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണ്. കാരണം തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു ആരോപണമെങ്കിലും ഇപ്പോൾ ബാർക്കോഴയോ അല്ലെങ്കിൽ മൈക്രോ ഫൈനാൻസ് ഏതെങ്കിലും ഒരു ആരോപണം സത്യസന്ധമായി കോടതിയിൽ കൊണ്ടുപോയി തെളിയിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ ജേക്കബ് തോമസിന് കഴിയണം എന്നൊരു പ്രാർത്ഥന, ഒരാഗ്രഹമാണ് എനിക്കുള്ളത്. അത് അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിന് കാരണം അദ്ദേഹത്തിന് ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡാണ്. ആ ട്രാക്ക് റെക്കോർഡ് വെച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം വളരെ ലളിതമായി ചോദിച്ചു, എന്നെ വാദിയായിട്ടായാലും പ്രതിയായിട്ടായാലും എന്നെ ഒന്ന് കോടതിയിൽ കയറ്റണം, എനിക്കെതിരെ കേസെടുക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ മാനനഷ്ടത്തിന് എനിക്ക് തരിക എന്നൊരു മുഖ്യമന്ത്രിയോട് ധൈര്യത്തോടുകൂടി പറയുക. ഇനിയിപ്പോൾ ഒരു കാര്യം, കഴിഞ്ഞ 30 വർഷത്തെ ജേക്കബ് തോമസിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ ഇവിടെ ഇടതുപക്ഷവും ഒക്കെ മാറി ഭരിച്ചപ്പോഴും ജേക്കബ് തോമസിന് അത്ര നല്ല റിലേഷനൊന്നും ആയിരുന്നില്ല ഒരു ഗവൺമെൻറ്റിനോടും എന്നാണ് എൻ്റെ ഒരു അനുഭവം. അത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തെ വിജിലൻസിൽ കൊണ്ടുവന്നതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹത്തിനോട് പോണ്ടിയും വന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു പ്രശ്നം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അഴിമതിയില്ലാത്ത ഭരണം ആഗ്രഹിക്കുന്നതാണ് കഴിഞ്ഞ തവണത്തെ വിധി. ആ വിധിയുമായി മുമ്പോട്ട് പോകാൻ സഹായകമായൊരു ഘടകമായിരിക്കും വിജിലൻസിൻ്റെ തലപ്പത്ത് ജേക്കബ് തോമസ് എന്ന് മാത്രമേ എന്നെ പോലുള്ളവർ ആഗ്രഹിക്കുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസിൽ ADGP ആയിരുന്ന സമയത്ത് ബാർക്കോഴ കേസിൻ്റെ ആദ്യഘട്ട അന്വേഷണം സ്ക്രൂട്ടിനൈസ് ചെയ്തത് ഈ ജേക്കബ് തോമസ് ആയിരുന്നു. കെ മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിൽ ജേക്കബ് തോമസിൻ്റെ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി വീണ്ടും അദ്ദേഹം വിജിലൻസിലേക്ക് വരുമ്പോൾ ഈ കേസുകളൊന്നും അന്തിമമായി അവസാനിച്ചിട്ടില്ല എന്ന ബോധ്യം സ്വാഭാവികമായും UDF പക്ഷത്തിനുണ്ടല്ലോ. ഈ കേസുകളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് യാതൊരാശങ്കയും ഇല്ലേ? അല്ല, കേരളം ഇന്ന് ഭരിക്കുന്നത് UDF അല്ല, LDF ആണ്. ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, മുൻ മുഖ്യമന്ത്രിയാണ്. ശ്രീ K മാണി ഇന്ന് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയല്ല, മുൻ ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ ജേക്കബ് പൊന്നൂസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യാതൊരു പരിമിതികളും അദ്ദേഹത്തിന് മുമ്പിലില്ല. ഭരിക്കുന്നൊരു മുഖ്യമന്ത്രിക്കെതിരെ, ഭരിക്കുന്നൊരു ധനകാര്യമന്ത്രിക്കെതിരെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള ആശങ്ക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ അതൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുമ്പിൽ ഈ ഉന്നയിക്കപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്. തെളിയിക്കണം. മുൻ മുഖ്യമന്ത്രിയെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ, മുൻ ധനകാര്യമന്ത്രിയെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ഇന്ന് കേരളം ഭരിക്കുന്നവർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് എത്ര വലുതാണ്. ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന് പറയാറുള്ള പോലെ ഇനി ഈ കുറ്റവാളികളെന്ന് ആരോപണ വിധേയ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഇനി എന്ത് ആയുധമാണ് അദ്ദേഹത്തിന് ആവശ്യം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടുമില്ല. മടിയിൽ ഖനമുണ്ടെങ്കിൽ വഴിയിൽ ഭയപ്പെട്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് ഞങ്ങൾ പറയുന്നു. അവസാന കണ്ടെത്തലും അടിസ്ഥാനരഹിതമായ ആരോപണം എന്ന് തന്നെ ആയിരിക്കും. തീർച്ചയായും അന്ന് പ്രതിപക്ഷത്തിരുന്ന്
ആരോപണം ഉന്നയിച്ചവർ ഇന്ന് ഭരണപക്ഷത്താണ്. DGP ജേക്കബ് തോമസ് വിജിലൻസിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് പ്രതിബന്ധങ്ങളൊന്നുമില്ല. യഥാർത്ഥ സത്യം കണ്ടുപിടിക്കാൻ കഴിയുമോ? അവകാശപ്പെട്ടത് മാതിരി കോഴക്കാരെ അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഇതൊക്കെ കേരളം കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ CR നീലകണ്ഠൻ.